ആദില. ഓ എന്താ അനീഷ് ചേട്ടാ? എൻ്റെ പൊന്ന അനീഷ, നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. ഒരു വീഡിയോ കാണാം നമുക്ക് കേട്ടോ. ആദില. ഓ എന്താ അനീഷ് ചേട്ടാ എന്ന് വിളിക്കുന്നതായിരിക്കും അനീഷ് വിചാരിച്ചേ. അവളൊന്നും അങ്ങനൊന്നും അല്ല, ഇവളൊക്കെ വേറെ ലെവല്, ഇവള് വേറെ സംഭവം. കുറെ അധികം നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇയാളുടെ തരത്തിൽ പോയി കളിക്കണോ? ഓ പിന്നെ മായാവിയിലെ ഡയലോഗൊക്കെ പറയണ പോയി തരത്തിപ്പോയി കളിക്കടാപ്പാ നീ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഡയലോഗുണ്ട്. ആദില. പൊന്നോ, എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കുന്നു കേട്ടോ. ഇവളാണോ അവൾ? വീട്ടിൽ കയറ്റാൻ കൊള്ളാമെന്നവൾ, ലാലേട്ടൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തവൾ കുറച്ച് ഓവറാകുന്നുണ്ട് കേട്ടോ. അതിലെ പാത്രം കഴുകി പോയിട്ട് പോടോ താൻ. അതിലേക്ക് ഇപ്പോ പാത്രം കഴുകാൻ പോകാൻ പറ്റുമോ ഇല്ലേ? അത് ശരി, ഇവരെല്ലാം മറ്റേ വെസൽ ടീമിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം പാത്രം കഴുകുക എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. തിന്നുന്നില്ലേ? തിന്നുന്ന കഴുകി വെച്ചൂടെ? അത്രേ പുള്ളി ചോദിച്ചുള്ളൂ, അത് മര്യാദയ്ക്ക്. ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്ലേ, ഇയാള് പോവാൻ നോക്ക്. ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. ഇയാൾ പോവാനാ? പാത്രം കഴുകുന്നൊക്കെ വൃത്തിയാണോ? ചിലപ്പോൾ ശരിയായിരിക്കും, അതിലെയൊക്കെ കഴുകാത്ത പാത്രത്തിനകത്തായിരിക്കും പിന്നെ തിന്നുന്നത്. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പോവാൻ നോക്ക്. ഞാൻ കഴുകിക്കോണ്ട്. ഓക്കെ, ആ പുള്ളി കഴിക്കണം. അതായത് ആദ്യം അങ്ങ് ചെയ്താൽ പോരെ. എന്തിനാണ് ഇതിൻ്റെയൊക്കെ അടുത്ത് പോകുന്നത്? അങ്ങനെ ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അളിയാ പെങ്ങള് ആ ഒരു സ്ഥാനമൊക്കെ കൊടുക്കുന്ന കൊള്ളാം, പക്ഷേ തിരിച്ചിങ്ങോട്ട് കിട്ടണ്ടേ ആങ്ങളെന്ന് പറഞ്ഞാൽ. ഇതുപോലത്തെ പെങ്ങന്മാരൊന്നും എനിക്കില്ല കേട്ടോ. എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്നൊക്കെ ചെയ്യും കേട്ടോ. ഇതൊക്കെ എന്തോന്ന് ഭക്ഷണം കഴിച്ച് അത് കഴുകി വെക്കാന്നുള്ള അവനോട് ഒക്കെ ഉത്തരവാദിത്വമാണ്. അത് കഴുകി വെച്ചോണ്ട് ഇപ്പോൾ എന്നാ കയ്യിലിപ്പോൾ വളയില്ലല്ലോ പൂരി പോകാനായിട്ട്. അത് ശരി, ഇതേ ഇവള് ബെഡും തലേണയൊക്കെ എടുത്ത് പറത്തി വിടുന്നു. ചിലപ്പോൾ തറയെ കിടക്കാനായിരിക്കും. ഈ ഇതുപോലത്തെ തറ പരിപാടിയൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് തറയെ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. പെരുമാവനെ കണ്ടിട്ടില്ലേ? തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേരിൻ്റെ ഇടയിലെല്ലാം കയറി ദഹിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയുണ്ട് പുള്ളിക്കാരന്. എന്ന് പറഞ്ഞാൽ പിന്നെ മടിയാ, പിന്നെ അങ്ങോട്ട് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ ശീലിച്ചു പോകാൻ എൻ്റെ പിന്നെ അനീഷ. അതുകൊണ്ടാണ് മാറി നിന്നില്ല, നീ അങ്ങോട്ട് ഒലത്തും നീ. പിന്നെ ഇവള് ഭയങ്കര ഷോയാ കേട്ടോ. ഇവള് ഭയങ്കര പൂച്ചയെ പോലെ നിന്നിട്ട് അയ്യോ. അത് ശരി, പാത്രം കഴുകാൻ വന്ന് കലിപ്പിൽ വന്ന് കഴുകിയിട്ട് അവളുടെ തോന്നിവാസം വന്ന് കാണിച്ചിട്ട് ആ വേസ്റ്റ് വെള്ളം കൂടെ പുള്ളിയുടെ മേത്തോട്ട് കുടഞ്ഞങ്ങിട്ടേക്കുവോ. അത് ശരി. അപ്പം രണ്ട് കൈയും കഴുകിക്കൊണ്ട് വന്ന് പ്ലേറ്റ് കൊണ്ട് തന്നാൽ അതിനകത്തിരുന്ന് തിന്നാനറിയാം. അത് ചില ആൾക്കാർ ഇവരൊക്കെ മടിയുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ഇനിയിപ്പം ഇത് ഭയങ്കര ഒരു വല്ലാത്തൊരു തരം അസുഖമുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ അത് തിന്നു കഴിഞ്ഞാൽ തിന്ന പാത്രം കഴുകി വെക്കാതിരിക്കുക, അപ്പിയിട്ടതിനെ കുണ്ടിയെ കുറ്റം പറയുക, അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര മോശമായിപ്പോയി കേട്ടോ. അപ്പം ആ പുള്ളി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രോമോ ഈസ് നോട്ട് എ പ്രോമിസ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. അത് വലിയ ഹൈപ്പിൽ കാണിച്ചതേ ഉള്ളൂ. സംഭവം ചെറിയൊരു കാര്യമായിരിക്കും എപ്പിസോഡ് വരുമ്പോൾ, എന്നാലും ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഇവളാരാ അവള് വേസ്റ്റ് വെള്ളമൊക്കെ പുള്ളിയുടെ മേത്തോട്ട് കൊടുക്കാനായിട്ട്? പുള്ളി ഒന്നും മിണ്ടത്തില്ലെന്ന് ഓർത്തൊരു ചുമ്മാ അങ്ങ് തലേ കയറാൻ നോക്കുന്നു. ആദില 100. എൻ്റെ പൊന്നോ ലക്ഷ്മി, അറിയാണ്ട് ഞാൻ അയാണ്ടൊക്കെ പറഞ്ഞു പോയി. ഐ എം റിയലി സോറി ഡിയർ.